ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് മീ അൽഫിൻ അബ്ദുൽ സലാം. അപ്പോൾ നമ്മളുടെ എൻ വി ടി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരുപാടധികം ഡൗട്ടുകളുണ്ട്. എലിജിബിലിറ്റിയെ സംബന്ധിച്ചുകൊണ്ട്, അതിൻ്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാടധികം ഡൗട്ടുകളുണ്ട്. അതിലെ എക്സംഷൻസ് എന്തൊക്കെയാണുള്ളത്, ആർക്കൊക്കെ എഴുതാൻ പറ്റുമെന്ന് കഴിഞ്ഞ വെബിനാറിൽ ഒരുപാടധികം പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദിസ് ഇസ് ഫോർ യു. നമ്മുടെ NVT, NVHSE നമ്മുടെ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ടീച്ചിങ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അവരുടെ സ്വപ്ന ജോലികളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഏറ്റവും പുതിയ കോഴ്സാണ് നമ്മുടെ NVT, NVHSE കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമുക്ക് എല്ലാ കോഴ്സുകളെ പോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, എക്സാമുകൾ വളരെ പ്രോംപ്റ്റായിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ്, മന്ത്ലി മോക്ക് ടെസ്റ്റ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നിങ്ങളുടെ വേണ്ടിയിട്ട് നമ്മളുടെ ഈ NVT കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും 8589083568 എന്ന് പറഞ്ഞാൽ നമ്മളെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോട്ടുകൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇംഗ്ലീഷിൽ 50% മാർക്കെങ്കിലും നമുക്ക് വേണം. ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, NVHSE ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് 50% മാർക്കാണ് നമുക്ക് വേണ്ടത്. കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയിരിക്കണം. BEd ഇൻ ഇംഗ്ലീഷ് നമ്മുടെ BEd ഇംഗ്ലീഷിന് പ്രിസ്ക്രൈബ്ഡ് ആൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്നോ ഇംഗ്ലീഷിൽ നിന്നോ BEd നേടിയിട്ടുള്ളവരായിരിക്കണം. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സിന് വേണ്ടി നടത്തപ്പെടുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൺഫ്യൂഷൻസ് വരുന്നത്. ഈ 3 കാര്യത്തിലും നമുക്ക് എന്തുണ്ട്? എക്സംഷൻസ് ഉണ്ട്. എവിടെയാണ് എക്സംഷൻസ് വരുന്നത്? സെറ്റ് ആർക്കൊക്കെ വേണ്ട. ഒന്ന്, SCET നമ്മളെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആർക്കാണ്? നമ്മുടെ SLET ക്ലിയർ ചെയ്തിട്ടുള്ളവർ, അതായത് ലെക്ചേഴ്സ് ആവാൻ വേണ്ടി, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ക്ലിയർ ചെയ്തവർക്ക് നോൺ വൊക്കേഷണൽ സെറ്റിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ HSSTയുടെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോമൺ സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്ക് എന്ത് വേണ്ട? നിലവിൽ സെറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ട. ക്വാളിഫൈഡ് ഫോർ നെറ്റ് ഓർ JRF, നെറ്റോ JRF നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് വേണ്ട. PhD, MPhil ഓർ MEd ഉള്ളവർക്ക്, PhD നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് MPhil ഉണ്ട്, നിങ്ങൾക്ക് MEd ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട? സെറ്റ് നിങ്ങൾക്ക് വേണ്ട, അല്ലേ? MPhilന്റെ റെക്കഗ്നിഷൻ, അതായത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MPhil ക്ലിയർ ചെയ്തത്, ഏതൊക്കെയാണ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റീസ് എന്ന് നോക്കിയിട്ടാണ് MPhilന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ബാക്കി രണ്ടിടത്ത് നിങ്ങൾക്ക് എന്ത് വേണ്ട? സെറ്റ് വേണ്ട. അതുമാത്രമല്ല, നിങ്ങളൊരു PhD തീസിസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾക്ക് PhD അവാർഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മളൊരു തീസിസ് സബ്മിറ്റ് ചെയ്ത് അത് ഡിഫെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് PhD എന്ത് ചെയ്യപ്പെടുന്നത്? നമുക്ക് ഡോക്ടറേറ്റ് അവാർഡ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതുവരെ പോകണ്ട. നിങ്ങൾ PhD കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സെറ്റ് വേണ്ട. അപ്പോൾ ആർക്കൊക്കെയാണ് മറ്റെഴുതാൻ പറ്റുന്നത്? ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് LTTC കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്ത് വേണ്ട? BEd വേണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. LTTC ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് BEd വേണ്ട. MEd കൺസേൺഡ് സബ്ജക്റ്റിലുള്ളവർക്കും എന്ത് വേണ്ട? ഓബ്വിയസ്ലി BEd വേണ്ട. അതുപോലെ തന്നെ ഒരു ഏജ് റിലാക്സേഷൻ നമുക്ക് തരുന്നുണ്ട്. SC/ST ആൻഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് നമ്മുടെ മിനിമം മാർക്കിൽ 5% കൂടെ കുറച്ച് നേടിയാൽ മതിയാവും. പോസ്റ്റ് ഗ്രാജുവേറ്റ് മാർക്സ് റിക്വയർഡിൽ ഒരു 5% എന്തുണ്ട്? നമുക്ക് റിലാക്സേഷൻ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്? SC/ST അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാറ്റഗറീസിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ HSST കൊമേഴ്സിലെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റാണ് നമ്മളുടെ മുമ്പിലേക്കുള്ളത്. ദിസ് ഈസ് എ പ്രൂവൺ സ്ട്രാറ്റജി. നമ്മൾക്ക് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസ് എന്തുമായിക്കോട്ടെ, വി നോ ദ പ്രാക്ടീസ്, വി നോ ദ trick that will get you to the highest ranks, and that is none other than highest quality classes and constant preparation and with അത് മറ്റൊന്നുമല്ല. ദിസ് ഇസ് ദ ഹയസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സസ്, ഹയസ്റ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ക്ലബ്ഡ് വിത്ത് യുവർ അൺവേവറിങ് ഡെഡിക്കേഷൻ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ NVHSE കരിയറിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് വെക്കാൻ താല്പര്യപ്പെടുന്നവരാണ്
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചോയ്സ് CC തന്നെയായിരിക്കും. നമ്മളെ ബോട്ട് നമ്പർ ആയിട്ടുള്ള 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഇന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടിയെടുക്കാം, പഠിക്കാം, നമുക്കുമാവാം NVHSE ടീച്ചേഴ്സ് CCക്കൊപ്പം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ബോട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക, സോ ദാറ്റ് യു ഡോണ്ട് മിസ് ഔട്ട് ഓൺ എനി അപ്ഡേറ്റ് അബൌട്ട് എനി ടീച്ചിങ് എക്സാംസ് given to you from the first place competitive cracker. So this is me Elson Abdul Salam signing off until we meet again with more educative and entertaining content. Thank you.